ഹലോ, വാഗമൺ പാർട്ട് 2 ആണ് കേട്ടോ ഈ വീഡിയോ. പാർട്ട് 2 കുറച്ച് ലേറ്റായി പോയി, കാരണം എനിക്ക് നല്ല ഫീവറായിരുന്നു. എന്തായാലും ഫൈനലി പാർട്ട് 2 ഞാനിവിടെ ഇറക്കിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ അവിടെ നിന്ന് വീണ്ടും വണ്ടി എടുത്ത് വേറെ സ്ഥലത്തേക്ക് പോയിട്ടാണ്. പാർട്ട് 1 ഞാൻ പറഞ്ഞത് ഫുള്ള് വെയിലാണെന്ന്. ബട്ട് ഏകദേശം ഒരു 4 മണി 5 മണിയൊക്കെ ആയപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചായി. പയ്യെ പയ്യെ കോടൊക്കെ ഇറങ്ങാൻ തുടങ്ങി. പിന്നെ നല്ല തണുപ്പും കാറ്റും. ഈ ക്ലൈമറ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ പോകുന്ന വഴി ഒരു കിഡിലെ സ്ഥലത്തെത്തിയിട്ട്, പക്ഷെ എനിക്ക് ആ സ്ഥലത്തിന്റെ പേരറിയില്ല. ഈ കാണുന്ന സ്ഥലം കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്താട്ട സ്ഥലം. അവിടെ ആണെങ്കിൽ ഫുള്ള് കോടയും നല്ല പച്ചപ്പും നല്ല തണുത്ത കാറ്റും ഒരു ചെറിയ താഴ്ചയിലാണ് കേട്ടോ. അവിടെ ഫുള്ളിങ്ങനെ കോട നിറഞ്ഞു നിൽക്കരുന്നു. നല്ല അറ്റ്മോസ്ഫിയറും നല്ല വ്യൂവും. ഞാൻ കുറേ നേരം അവിടെ നിന്ന് കുറേ വീഡിയോസ് എടുത്ത് കണ്ടില്ലേ, നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും. നല്ല കോടയായിരുന്നു അവിടെ. മുഴുവനായിട്ട് ഇങ്ങനെ കോട ഇങ്ങനെ നിറഞ്ഞു നിൽക്കായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ വെയിലിൻ്റെ കാര്യം ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് പറയണ്ടായിരുന്നു. പക്ഷെ ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അത് ഒരു ഏകദേശം 4 മണി 5 മണിയൊക്കെ ആയി ഈ ഒരു ക്ലൈമറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഞാനിങ്ങനെ അവിടെ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് അവിടുത്തെ കുറേ പുല്ലിലൊക്കെ ഇങ്ങനെ തൊട്ട് ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനായിരുന്നു ആ വ്യൂ. സത്യം പറഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് പോരാനേ തോന്നിയില്ല കേട്ടോ. ഞാൻ കുറേ നേരം ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ആസ്വദിക്കായിരുന്നു. കുറച്ച് താഴോട്ട് നല്ല താഴ്ച ഉണ്ട്, പക്ഷെ എനിക്ക് പേടിയുണ്ടായിരുന്നു നിൽക്കാൻ കേട്ടോ. ഇപ്പം ഈ വീഡിയോയിൽ കാണുന്ന ഭംഗിയെല്ലാം നേരിട്ട് കാണുമ്പോൾ ആ ഒരു ചെറിയ തണുപ്പൊക്കെ തട്ടുമ്പോഴുണ്ടല്ലോ, നല്ല കാറ്റുണ്ടായിരുന്നു. നല്ല ഭയങ്കര ഗ്രീനറി ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു നേരിട്ട് കാണാൻ. വീഡിയോയിൽ കാണാൻ അത്രയും എന്താ പറയുക, നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണുന്ന ഒരു എഫക്റ്റ് കിട്ടൂല. നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് ശരിക്കും അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അവിടെ കുറച്ച് നേരം നിന്ന് നല്ല കാറ്റും കോടയൊക്കെ കണ്ട് എൻജോയ് ചെയ്തു. സത്യത്തിൽ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് അവിടെ നിന്ന് പോരാൻ തോന്നിയില്ല. അങ്ങനെ ഇങ്ങനെയൊക്കെയോ അവിടെ കടിച്ചു തൂങ്ങി വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് ഞാനങ്ങനെ അവിടെ നിന്ന് വണ്ടി എടുത്ത് നമ്മൾ വേറൊരു സ്ഥലത്തോട്ട് പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ നിന്ന് വണ്ടി എടുത്തു വിട്ടാ. അപ്പം ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ വലിയ സ്ഥലങ്ങളൊന്നും ഉണ്ടാവില്ല, നമുക്ക് തിരിച്ച് വീട്ടിൽ പോവാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഗൈസ് ഒരു ചെറിയ വഴി ഫുള്ള് ചുറ്റും കാണാൻ നല്ല രസമുണ്ട്. കുറേ കാടൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഗൈസ് ഒരു കാര്യം ഞാൻ കണ്ടത്. റോഡ് സൈഡിന്റെ ഒരറ്റത്ത് ഒരു കുഞ്ഞു വെള്ളച്ചാട്ടം. നല്ല രസമുണ്ടായിരുന്നു ആ വെള്ളച്ചാട്ടം കാണാനായിട്ടാ. എനിക്കിഷ്ടപ്പെട്ടത്, അതായത് ഓരോ സ്ഥലം കാണുമ്പോൾ ഓരോ ഭംഗിയായിരുന്നു. ഒരു കുഞ്ഞു വെള്ളച്ചാട്ടം, അവിടുത്തെ തണുത്ത വെള്ളം, നല്ല തണുപ്പുണ്ടായിരുന്നു വെള്ളം, ചുറ്റും കാടും കുറേ കിളികളുടെ ശബ്ദവും ഒരു എന്താ പറയാ, നല്ല രസമുണ്ടായിരുന്നു അവിടെ നിൽക്കാനിട്ടാ. സത്യത്തില് ഇത്രയ്ക്കുള്ള എൻ്റെ കയ്യിലുള്ള ക്ലിപ്സ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു വാഗമൺ ട്രിപ്പ് പാർട്ട് 1 പാർട്ട് 2. ഇനി അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരാം കേട്ടോ. ബൈ.